നമസ്കാരം. ഡിവൈൻ സ്പാരോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബൈബിളിലെ പ്രശസ്തവും ശക്തിയുള്ളതുമായ ഒരു സങ്കീർത്തനത്തെ ആഴത്തിൽ ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ദൈവത്തിൻ്റെ സംരക്ഷണവും മാർഗനിർദ്ദേശവും ഉൾക്കൊള്ളുന്ന അത്ഭുതകരമായ ഒരു സങ്കീർത്തനമാണിത്. ചരിത്രാതീത കാലം മുതലേ വിശ്വാസികൾക്ക് ആശ്വാസവും ശക്തിയും നൽകുന്ന ഒന്നാണ് ഈ സങ്കീർത്തനം. ഇന്ന് നമുക്ക് അതിലെ ഓരോ വാക്യത്തിൻ്റെ അർത്ഥവും ആഴത്തിൽ മനസ്സിലാക്കി ധ്യാനിക്കാം. സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ജീവനെ രക്ഷിച്ച് നയിക്കുമാറാകട്ടെ. ബൈബിളിലെ ഏറ്റവും ശക്തമായ അധ്യായങ്ങളിൽ ഒന്നാണ് സങ്കീർത്തനം 91. ദൈവത്തിൻ്റെ അചഞ്ചലമായ സംരക്ഷണത്തിൻ്റെയും വിശ്വസ്തതയുടെയും അഗാധമായ ഓർമ്മപ്പെടുത്തലാണിത്. നിങ്ങൾ ഈ സങ്കീർത്തനം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സങ്കീർത്തനം 91 പ്രാർത്ഥനയിൽ എൻ്റെ കൂടെ ചേരാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. വാക്കുകൾ വായിച്ചു പറയുകയോ മനസ്സിൽ പ്രാർത്ഥിക്കുകയോ ചെയ്യുക. ഈ മഹത്തായ പ്രാർത്ഥനയുടെ എല്ലാ വാഗ്ദാനങ്ങളും നമുക്കായി ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാം. ഇനി നിങ്ങളുടെ മനസ്സിനെ ഈ പ്രാർത്ഥന ചൊല്ലാൻ തയ്യാറാക്കൂ. സങ്കീർത്തനം 91 പ്രാർത്ഥനയ്ക്ക് ശേഷം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ പ്രാർത്ഥനയുടെ വലിയ ഗുണങ്ങൾ ലഭിക്കുന്നതിനായി ഈ പ്രാർത്ഥന നിങ്ങൾ ആഴ്ചയിൽ 7 ദിവസവും ആവർത്തിച്ച് ചെയ്യേണ്ടതാണ്. ഈ ശക്തമായ സങ്കീർത്തനം നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ജീവിതത്തിലും അനുഗ്രഹവും വിജയവും സംരക്ഷണവും കൊണ്ടുവരട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സംരക്ഷണം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ഇനി നമുക്ക് ഈ പറഞ്ഞ വചനങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. സങ്കീർത്തകൻ ഇവിടെ ശക്തമായ ഉറപ്പ് തരികയാണ്. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവർ അവിടുത്തെ നിഴലിൽ അഭയം പ്രാപിക്കും. ഇത് ദൈവത്തോടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. അവിടുത്തെ സാന്നിധ്യത്തിൽ നമുക്ക് സുരക്ഷിതത്വം കണ്ടെത്താം. ദൈവത്തെ നമ്മുടെ അഭയസ്ഥലവും കോട്ടയുമാക്കി വിശ്വസിക്കുന്നത് പിന്നാലെ ഉള്ള വാഗ്ദാനങ്ങൾക്ക് ഉറച്ച അടിസ്ഥാനമൊരുക്കുന്നു. 3-ാം വചനം. അത് അപകടങ്ങളിൽ നിന്നുള്ള മോചനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. ഈ വാക്യം ദൈവം നമുക്ക് ദുരിതങ്ങളിൽ നിന്ന് മോചനം നൽകുമെന്ന് ഉറപ്പു നൽകുന്നു. വേടന്റെ കെണി എന്നത് നമ്മൾ കാണാതെ നമ്മൾ അകപ്പെട്ടു പോകാൻ പോകുന്ന അപകടങ്ങളെ സൂചിപ്പിക്കുന്നു. മഹാമാരി ജനജീവിതത്തെ ഭീഷണിപ്പെടുത്തുന്ന മഹാപ്രതിസന്ധികളെയും രോഗങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. ദൈവം നമ്മെ നിത്യവും പരിചരിക്കുന്നു. നമ്മളെ മുന്നറിയിപ്പ് കൂടാതെ എത്തിച്ചേരുന്ന അപകടങ്ങളിൽ നിന്ന് ദൈവം സംരക്ഷിക്കുകയും ചെയ്യുന്നു. 4-ാം വചനം. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും.
ഇവിടെ ദൈവത്തിന്റെ വിശ്വസ്തത ഒരു രക്ഷാ കവചവുമായി ഉപമിക്കപ്പെടുന്നു. അവന്റെ ചിറകുകൾ അഭയത്തിന്റെ പ്രതീകമായിരിക്കുന്നു. ഈ ദൃശ്യോപമ ആശ്വാസവും സുരക്ഷിതത്വവും സംബോധന ചെയ്യുന്നു. ദൈവത്തെ തന്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന ഒരു പക്ഷിയായി വരച്ചു കാട്ടുന്നു. ദൈവത്തോട് അടുപ്പമുള്ളവർക്ക് ലഭിക്കുന്ന സുരക്ഷിതത്വത്തെയും ദൈവത്തിന്റെ സ്നേഹപൂർണമായ പരിചരണത്തിന്റെയും അത്ഭുതകരമായ ഓർമ്മപ്പെടുത്തലാണിത്. 5-ാം വചനം അത് ഭയത്തിൽ നിന്നുള്ള മോചനത്തെയാണ് സൂചിപ്പിക്കുന്നത്. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഈ വാക്യം ദൈവത്തിന്റെ സംരക്ഷണത്തിൽ ജീവിക്കുന്നവർക്ക് ഭയമില്ലാത്ത ജീവിതം ലഭിക്കുമെന്ന് ഉറപ്പു നൽകുന്നു. രാത്രി പതിയിരിക്കുന്ന ആക്രമണങ്ങളെയും പകൽ നേരത്തെ അപകടങ്ങളുമെല്ലാം ദൈവത്തിന്റെ പരിചരണത്തിൽ ഒരൽപ്പം പോലും ഭീഷണിയാകുന്നില്ല. അവിടുത്തെ പ്രാപിക്കുന്നവർക്ക് എല്ലായ്പ്പോഴും സുരക്ഷിതത്വം അനുഭവപ്പെടും. ദൈവത്തിൽ വിശ്വാസമുണ്ടായാൽ ലഭിക്കുന്ന സമാധാനത്തെയാണ് ഇത് വരച്ചു കാട്ടുന്നത്. 6-ാം വചനം ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. രോഗങ്ങളിൽ നിന്നും പകലും രാത്രിയിലും ഉണ്ടായേക്കാവുന്ന ദുരന്തങ്ങളിൽ നിന്നുമുള്ള സംരക്ഷണത്തിന്റെ വാഗ്ദാനമാണ് ഇവിടെ നൽകുന്നത്. ഇരുട്ടിലായാലും പ്രകാശത്തിലായാലും മഹാ അസുഖങ്ങളിൽ നിന്നാണെങ്കിലും ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും പേടിക്കാനില്ല എന്ന് ഈ വചനം ഉറപ്പു നൽകുന്നു. 7-ാം വചനം നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000, എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. പ്രതിസന്ധിയിൽ നിന്ന് വിജയത്തിലേക്കുള്ള ഉറപ്പാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. സങ്കീർത്തകൻ ഇവിടെ സധൈര്യം പ്രഖ്യാപിക്കുന്നു. ഒരു വശത്ത് 1000 പേർ വീഴുമ്പോഴും മറ്റൊരു വശത്ത് 10,000 പേർ വീഴുമ്പോഴും വിശ്വാസി പരിക്കേൽക്കാതെ രക്ഷപ്പെടുമെന്ന്. ഈ വാക്യം ദൈവത്തിന്റെ ശക്തിയും പ്രതിരോധശേഷിയും വ്യക്തമാക്കുന്നു. എത്ര വലിയ ആശങ്കകൾ ഉണ്ടായാലും അവയുടെ ഇടയിൽ ദൈവം തന്റെ ജനങ്ങളെ സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുമെന്ന് ഉറപ്പ് നൽകുന്നു. ദൈവത്തിന്റെ സംരക്ഷണത്തിൽ ജീവിക്കുന്നവർക്ക് വിപരീത സാഹചര്യങ്ങൾ എത്ര ഉണ്ടായാലും അവർക്ക് ആ ദുരിതങ്ങൾക്കൊപ്പം നീങ്ങാൻ കഴിയും. എല്ലാ വേദനകൾക്കും വേണ്ടി വിശ്വാസികൾ ദൈവത്തിന്റെ കരുണയിലും ശക്തിയിലുമായിരിക്കുവാൻ ഇത് നമുക്ക് പ്രചോദനം നൽകുന്നു. ദൈവം നാം നേരിടുന്ന പ്രതിസന്ധികളെ കീഴടക്കുന്നതിനും അതിനുള്ള ശക്തി നൽകുന്നതിനും എപ്പോഴും സന്നദ്ധമാണ്. 8-ാം വചനം ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. ഈ വാക്യം വിശ്വാസികൾക്ക് ദൈവത്തിന്റെ നീതി വിശദീകരിക്കുന്ന ഒന്നാണ്. ദോഷത്തിന്റെ ഫലങ്ങൾ തങ്ങളുടെ കൺമുന്നിൽ തന്നെ അവർക്ക് കാണാൻ കഴിയും. സത്യത്തിനും നീതിക്കുമിടയിലെ ഈ ബന്ധം വിശ്വാസികളെ ശക്തമായി നിലനിർത്തുന്നു. ദൈവത്തിൽ വിശ്വാസമുള്ളവർക്ക് അന്തിമ വിജയം അവരുടെ കൈകളിൽ തന്നെ ഉണ്ട് എന്ന കാര്യം ഉറപ്പിക്കാം. 9-10 വചനങ്ങൾ ഉപാധി കൂടിയ വാഗ്ദാനത്തെ സൂചിപ്പിക്കുന്നു. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. കർത്താവിൽ ആശ്രയം സ്വീകരിക്കുന്നവർക്കുള്ള സുരക്ഷയുടെ ഉപാധികളോടെയുള്ള വാഗ്ദാനമാണിത് വ്യക്തമാക്കുന്നത്. ദൈവത്തിന്റെ സംരക്ഷണം ആസ്വദിക്കാൻ ഒരു പ്രതിബദ്ധതയുള്ള ബന്ധം ആവശ്യമാണ്. ദൈവത്തിൽ വിശ്വാസമുണ്ടായാൽ അവന്റെ സുരക്ഷയും കരുതലും അനുഭവിക്കാൻ കഴിയും എന്ന സാരം. 11-ാം വചനം നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഈ വാക്യത്തിൽ ദൈവം തന്റെ വിശ്വാസികളെ സംരക്ഷിക്കാൻ എപ്പോഴും തന്റെ ദൂതരെ നിയോഗിക്കുമെന്ന് വിവരിക്കുന്നു. വിശ്വാസികളായവർ ദൈവത്തിന്റെ ദൂതരുടെ സഹായം കൊണ്ട് എല്ലാ വെല്ലുവിളികളെയും നേരിടുന്നു. ആവശ്യമുള്ള സമയങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കല്ലെന്ന് ഉറപ്പു തരുന്ന ഒരു വാക്യമാണിത്. 12-ാം വചനം നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ദൈവത്തിൽ വിശ്വാസമുള്ളവർക്ക് സംരക്ഷണം നൽകുകയും ഗുരുതരമായ സന്ദർഭങ്ങളിൽ അവർക്ക് പിന്തുണ നൽകുകയും ചെയ്യുന്നു. നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ ദൈവം പ്രത്യാശയാർന്ന പിന്തുണ നൽകുന്നുവെന്നതിന്റെ സാക്ഷ്യമാണിത്. 13-ാം വചനം സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും, യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. ശക്തരും അപകടകരവുമായ ശത്രുക്കളുടെ മേലുള്ള വിജയത്തെ സങ്കീർത്തകൻ ഇവിടെ വരച്ചു കാട്ടുന്നു. അവർക്ക് സിംഹങ്ങളുടെയും സർപ്പങ്ങളുടെയും മേൽ വിജയമുണ്ടാകും. തിന്മയെ അതിജീവിക്കാനും ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാനും ദൈവം വിശ്വാസികളെ സജ്ജരാക്കുന്നു എന്ന് ഈ വാക്യം ഉറപ്പിച്ചു പറയുന്നു. 14-16 വരെയുള്ള വചനങ്ങൾ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളാണ്. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അവസാന വാക്യങ്ങൾ ദൈവത്തിൽ നിന്നുള്ള ഒരു പ്രഖ്യാപനമാണ്.
തന്നെ സ്നേഹിക്കുന്നവർക്ക് വിടുതലും സംരക്ഷണവും ദീർഘായുസ്സും വാഗ്ദാനം ചെയ്യുന്നു. അവൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുമെന്നും കഷ്ടകാലങ്ങളിൽ സന്നിഹിതനായിരിക്കുമെന്നും നമുക്ക് രക്ഷയും ഉറപ്പും നൽകുന്നു. ഈ വാഗ്ദാനങ്ങൾ ദൈവത്തിന്റെ സ്നേഹവും കരുതലും നമുക്ക് ഉറപ്പു നൽകുന്നു. അവൻ നിങ്ങളെ ബലപ്പെടുത്തുകയും എക്കാലത്തും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും. ദൈവത്തിൽ വിശ്വാസം വഹിക്കുന്നവർക്ക് ജീവിതത്തിൽ ദൈവത്തിന്റെ ദയയും അനുഗ്രഹവും ഉണ്ടാകും. ചുരുക്കത്തിൽ സങ്കീർത്തനം 91 ദൈവത്തിന്റെ അചഞ്ചലമായ സംരക്ഷണത്തിന്റെയും വിശ്വസ്തതയുടെയും അഗാധമായ ഓർമ്മപ്പെടുത്തലായി വ്യാഖ്യാനിക്കപ്പെടുന്നു. ജീവിതത്തിൽ അഭിമുഖീകരിച്ചേക്കാവുന്ന അപകടങ്ങൾ കണക്കിലെടുക്കാതെ അവനുമായുള്ള ബന്ധത്തിൽ സുരക്ഷിതത്വവും ആശ്വാസവും ശക്തിയും കണ്ടെത്താൻ കഴിയുമെന്ന് വിശ്വാസികൾക്ക് ഉറപ്പു നൽകുന്നു. ആമേൻ.